സിക്കാറിലെ ജനങ്ങളോടൊപ്പം 1945 ഏപ്രിൽ 23. ഫോർട്ടിനായിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം സമരിയൻ പ്രമാണികൾ അതാ ഈശോയുടെ അടുത്തേക്ക് വരുന്നു. അവർ പറഞ്ഞു, റബി, ദൈവം അങ്ങയോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് ഒരു പ്രവാചകനാണെന്ന് ഈ സ്ത്രീ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളോട് സംസാരിക്കുവാൻ അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അങ്ങ് ഞങ്ങളോടൊപ്പം താമസിക്കണമെന്നും ഞങ്ങളോട് സംസാരിക്കണമെന്നും ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. എന്തെന്നാൽ ഞങ്ങൾ യൂദായിൽ നിന്നും വേർപെട്ടു പോയി. എങ്കിലും യൂദ മാത്രമല്ലല്ലോ വിശുദ്ധമായിട്ടുള്ളത്, തെറ്റു മുഴുവൻ സമരിയായിലും അല്ലല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിലും നല്ലവരായ കുറേ ആളുകളുണ്ട്. ഞാൻ ഇവളോട് പറഞ്ഞത് ശരിക്കും ഇത് തന്നെയാണ്. ഞാൻ പറയുന്നത് ഞാൻ അടിച്ചേൽപ്പിക്കുകയില്ല. എന്നെ അന്വേഷിച്ചെത്തുന്നവരെ ഞാൻ തള്ളിക്കളയുകയുമില്ല. അങ്ങ് പറയുന്നത് ന്യായമാണ്. അങ്ങ് ക്രിസ്തുവാണെന്ന് ഈ സ്ത്രീ പറഞ്ഞു. അത് നേരാണോ? ദൈവനാമത്തിൽ ഞങ്ങൾക്ക് മറുപടി തരിക. ഞാൻ ആകുന്നു. മിശിഹായുടെ കാലം വന്നിരിക്കുന്നു. ഇസ്രയേൽ അവളുടെ രാജാവിനാൽ ഐക്യപ്പെട്ടിരിക്കുന്നു. ഇസ്രയേൽ മാത്രമല്ല ഇങ്ങനെ ഐക്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അങ്ങ് പാപം ചെയ്യാത്തവരുടെ മിശിഹ ആയിരിക്കും. ഞങ്ങളെപ്പോലെ പാപം ചെയ്യാത്തവരുടെ മിശിഹ, ഒരു മുതിർന്ന ആൾ ദൃഢസ്വരത്തിൽ പറഞ്ഞു. ഹേ മനുഷ്യ, താങ്കൾ ഇവരുടെ നേതാവാണെന്നും സത്യസന്ധമായി സത്യം അന്വേഷിക്കുന്ന ആളാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ പഠിച്ച ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചു കേട്ടാലും. പ്രവാചക ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എസെക്കിയേലിനോട് പറഞ്ഞ കാര്യമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അതായത്, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രയേൽ ജനതയുടെ അടുത്തേക്ക് അയക്കുന്നു. എനിക്കെതിരെ ലഹളയുണ്ടാക്കിയ ലഹളക്കാരുടെ രാജ്യത്തേക്ക് ഞാൻ നിന്നെ അയക്കുന്നു. അവർ ധിക്കാരികളും ഷാഢ്യബുദ്ധികളുമായ കുട്ടികളാണ്. നീ പറയുന്നത് അവർ ശ്രദ്ധിച്ചു കേട്ടെന്ന് വരാം. എന്നാൽ നിന്റെ വാക്കുകൾ, നിന്നിലൂടെ കേൾക്കുന്ന എൻ്റെ വാക്കുകൾ അവർ അനുസരിച്ചെന്ന് വരില്ല. കാരണം അവർ വഴക്കാളികളുടെ ഒരു കൂട്ടമാണ്. എങ്കിലും കുറഞ്ഞ പക്ഷം അവരുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകൻ എത്തിയിരിക്കുന്നു എന്നവർ മനസ്സിലാക്കും. അതുകൊണ്ട് അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടരുത്. എന്തെന്നാൽ അവർ വിശ്വസ്തരും ലഹളപ്രിയരുമാണ്. അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും എൻ്റെ വാക്കുകൾ അവരോട് പറയുക. അവരെ പോലെ ലഹള കൂട്ടാതിരിക്കുക. തന്മൂലം ഞാൻ തരുന്നത് എന്തായാലും അത് നീ ഭക്ഷിക്കുക. ഇപ്രകാരം ഞാൻ വന്നിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുകയല്ല. ഒരു മഹാവിജയമായി വാഴ്ത്തപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടമാകയാൽ അത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയാം. നിത്യപിതാവിന് എങ്ങനെയാണ് വിചാരപ്പെടാൻ കഴിയുക? അത് എന്തുകൊണ്ടെന്നാൽ, എൻ്റെ കുഞ്ഞുങ്ങളെ, അവിടുന്ന് സ്നേഹമാകുന്നു. യൂദായിലെ എല്ലാ റബ്ബിമാരും അങ്ങനെ പറയുന്നില്ലല്ലോ. എന്നാൽ ദൈവപുത്രനായ മിശിഹ അത് നിങ്ങളോട് പറയുന്നു. യൂദായിലെ ഒരു കന്യകയിൽ നിന്ന് മിശിഹ ജനിക്കുമെന്നാണല്ലോ തിരുവെഴുത്തുകൾ പറയുന്നത്. അങ്ങ് എവിടെ? ആരിൽ നിന്നും ജനിച്ചു? ബേത്ലഹേം എഫ്രോറ്റായിൽ ദാവീദിൻ്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി തീർന്ന മേരിയുടെ പുത്രനായിട്ടാണ് ഞാൻ ജനിച്ചത്. എന്നെ വിശ്വസിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. തൻ്റെ മാതാവിൻ്റെ കന്യകാത്വം പ്രഖ്യാപിച്ചപ്പോൾ ഈശോയുടെ മനോഹരമായ ശബ്ദം ഒരു വിജയഭേരിയായി തീർന്നു. അങ്ങയുടെ മുഖം ഒരു തീവ്രപ്രകാശത്താൽ മിന്നിത്തിളങ്ങുന്നു. ഇല്ല, അങ്ങേക്ക് കള്ളം പറയാൻ കഴിയുകയില്ല. അന്ധകാര സന്തതികളുടെ മുഖം ഇരുണ്ടതും അവരുടെ കണ്ണുകൾ ഭയാനകവുമാണ്. അങ്ങ് പ്രകാശമാണ്. അങ്ങയുടെ കണ്ണുകൾ ഉദയനക്ഷത്രത്തെ പോലെ പ്രകാശിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ ശരിയാണ്. അങ്ങ് സിക്കാറിലേക്ക് വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാലും അതിനുശേഷം അങ്ങേക്ക് പോകാം. ഞങ്ങളുടെ ആകാശത്തിൽ ഉദിച്ച ഈ നക്ഷത്രത്തെക്കുറിച്ചും ഞങ്ങൾ ഓർത്തുകൊള്ളാം. അവർ പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യങ്ങൾ പിന്തുടരാൻ നിങ്ങൾക്ക് കഴിയില്ലേ? ഈശോ ചോദിച്ചു. ഞങ്ങൾക്കതെങ്ങനെ സാധിക്കും? പട്ടണത്തിലേക്ക് നടന്നു നീങ്ങുന്നതിനിടയിൽ അവർ സംഭാഷണം തുടർന്നു. ഞങ്ങൾ വിച്ഛേദിക്കപ്പെട്ടവരാണ്. കുറഞ്ഞ പക്ഷം അവർ പറയുന്നത് അങ്ങനെയാണ്.
വിശ്വാസത്തിലാണ് ഞങ്ങൾ ജനിച്ചത്. അത് മാറ്റിക്കളയുന്നത് ശരിയാണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഒന്നുകൂടി പറയാം, ഞങ്ങൾക്ക് കാണാനുള്ള കണ്ണുകളും ചിന്തിക്കാനുള്ള മനസ്സുകളുമുണ്ട്. യാത്രക്കിടയിലോ വ്യാപാര ആവശ്യത്തിനോ നിങ്ങളുടെ രാജ്യത്തു കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ ദൈവം യൂദയാക്കാരുടെയോ ഗലീലിയക്കാരുടെയോ ആണെന്ന് തോന്നിയിട്ട് ദൈവത്തോട് താല്പര്യം തോന്നത്തക്ക വിധം അത്ര പരിശുദ്ധമായ കാര്യങ്ങളല്ല അവിടെ കാണുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നല്ല മാതൃകകളും കാരുണ്യവും മുഖേന നിങ്ങളെ പ്രേരിപ്പിക്കുകയും നയിക്കുകയും ചെയ്ത് നിങ്ങളെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരാതിരുന്നതിനും നിങ്ങളെ ആക്രമിക്കുകയും ശപിക്കുകയും ചെയ്തതിനും ഇസ്രയേൽ ജനത സമാധാനം പറയേണ്ടി വരും. അവിടുന്ന് എത്രയോ വിവേകശാലിയാണ്. ഇദ്ദേഹം പറയുന്നത് നിങ്ങളെല്ലാം കേട്ടുവോ? ഈശോയെ അഭിനന്ദിച്ച് മന്ത്രിച്ചുകൊണ്ടവർ തലകുലുക്കി സമ്മതം അറിയിച്ചു. ഇതിനിടയ്ക്ക് അവർ പട്ടണത്തിലെത്തി. എല്ലാവരും കൂടി ഒരു വീട്ടിലേക്ക് കയറാൻ ഭാവിക്കുമ്പോഴേക്കും അവിടെ ധാരാളം ആളുകൾ അടുത്തുകൂടി. അല്ലയോ റബി, അങ്ങ് വിവേകശാലിയും നല്ലവനുമാകയാൽ ഞങ്ങളുടെ ഒരു സംശയം തീർത്തു തന്നാലും. ഞങ്ങൾ ഗണ്യമായും ഇതിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. അങ്ങ് മിശിഹായും ദാവീദിന്റെ രാജ്യം വീണ്ടെടുക്കുന്നവനുമാകയാൽ ആ രാജ്യശരീരത്തിൽ നിന്നും വിത്യജിക്കപ്പെട്ട ഈ അവയവം കൂട്ടിയോജിപ്പിക്കുന്നതിൽ അങ്ങ് സന്തുഷ്ടനായിരിക്കണം, അങ്ങനെയല്ലേ? നശ്വരവും നൈമിഷികവുമായ വിച്ഛിന്ന ഭാഗങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ ഞാൻ അത്രയൊന്നും താല്പര്യമെടുക്കാറില്ല. ആത്മാക്കളെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു ഹൃദയത്തിന് സത്യം വീണ്ടെടുത്ത് നൽകുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. അതിരിക്കട്ടെ, നിങ്ങളുടെ സംശയം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു. അന്നു മുതൽ ഇന്നോളം ശമരിയാക്കാരുടെ ആത്മാക്കളെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ നന്മ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്കുള്ള പ്രയോജനം എന്താണ്? ഞങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എപ്പോഴും കുഷ്ഠരോഗികളെ പോലെ ആണല്ലോ. വിശ്വാസപരമായ ഭിന്നതകൾ മൂലമുണ്ടായ നിത്യനിരാശയാണ് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നത്. എസെക്കിയേൽ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ മറുപടി പറയാം. കർത്താവ് പറയുന്നു, എല്ലാ ആത്മാക്കളും എൻ്റേതാണ്. പിതാവിൻ്റെ ആത്മാവ് പോലെ പുത്രൻ്റെ ആത്മാവും അങ്ങനെ തന്നെ. പാപം ചെയ്യുന്ന ആത്മാവ് മാത്രമാണ് മരിക്കുന്നത്. ഒരു മനുഷ്യൻ നല്ലവനാണെങ്കിൽ, വിഗ്രഹ ആരാധകനല്ലെങ്കിൽ, അവിഹിത ലൈംഗിക ബന്ധങ്ങളിലോ മോഷണത്തിലോ പലിശക്ക് പണം കൊടുക്കുന്നതിലോ ഏർപ്പെടുന്നവനല്ലെങ്കിൽ, അയൽക്കാരൻ്റെ ശരീരത്തോടും ആത്മാവിനോടും കാരുണ്യമുള്ളവനാണെങ്കിൽ, അങ്ങനെയുള്ളവൻ എൻ്റെ കണ്ണിൽ ധർമ്മനിഷ്ഠനായിരിക്കും. അവൻ യഥാർത്ഥ ജീവിതമായിരിക്കും നയിക്കുക. വീണ്ടും പറഞ്ഞിരിക്കുന്നത് നോക്കുക. നീതിമാനായ ഒരാളിന് കലഹപ്രിയനായ ഒരു മകനുണ്ടെങ്കിൽ അയാൾക്ക് തൻ്റെ പിതാവ് നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? അവന് അങ്ങനെ ജീവിക്കാൻ പറ്റുകയില്ല. തുടർന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒരു പാപിയുടെ മകൻ നീതിമാനാണെങ്കിൽ തൻ്റെ അച്ഛനെ പോലെ മരിക്കാൻ അവന് ഇടവരുമോ? ഇല്ല, അവൻ നിത്യജീവനിൽ പ്രവേശിക്കും. എന്തെന്നാൽ അവൻ നീതിമാനായിരുന്നു. ഒരാളുടെ അനീതിക്ക് മറ്റൊരാൾ കഷ്ടത സഹിക്കേണ്ടി വരുന്നത് നീതിയല്ല. പാപം ചെയ്ത ആത്മാവാണ് മരിക്കേണ്ടത്. പാപം ചെയ്യാത്ത ആത്മാവ് മരിച്ചുകൂടാ. പാപം ചെയ്ത ഒരാൾ പശ്ചാത്തപിക്കുകയും ദൈവത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നുവെങ്കിൽ അയാൾക്കും നിത്യജീവൻ ലഭിക്കും. ഏകദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു, പാപി മരിച്ചു കാണാനല്ല, പശ്ചാത്തപിച്ച് ജീവനിലേക്ക് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നിന്നെ അയച്ചിരിക്കുന്നത്. അല്ലയോ അലഞ്ഞു തിരിയുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. ഞാൻ ജീവനാകുന്നു. എന്നിലും എന്നെ അയച്ചവനിലും വിശ്വസിക്കുന്നവന് ഇതപര്യന്തം പാപിയായിരുന്നാൽ പോലും നിത്യജീവൻ ലഭിക്കും. ഗുരു, അങ്ങെന്നെ വീട്ടുപടിക്കൽ എത്തിയിരിക്കുന്നു. എൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നതിന് അവിടത്തേക്ക് ഇഷ്ടക്കേടുണ്ടോ? പാപത്തോട് മാത്രമാണ് എനിക്ക് ഇഷ്ടക്കേടുള്ളത്. അങ്ങനെയെങ്കിൽ അകത്തേക്ക് കടന്നിരുന്നാലും നമുക്കൊന്നിച്ച് ഭക്ഷണം കഴിക്കാം. അതിനുശേഷം അവിടുന്ന് ഞങ്ങൾക്ക് ദൈവവചനം വിശദീകരിച്ചു തരുമല്ലോ. അവിടുന്ന് വിശദീകരിച്ചു തരുമ്പോൾ വചനത്തിന് ഒരു പ്രത്യേക ആർഷകത്വം കൈവരുന്നുണ്ട്. ഒരു സംശയത്താൽ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. ഞങ്ങളുടെ നിലപാട് ശരിയാണെന്ന ഉറപ്പ് ഞങ്ങൾക്കില്ലായിരുന്നു. സത്യത്തിലേക്ക് ധൈര്യപൂർവ്വം കടന്നു വരാൻ തയ്യാറായാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് സമാധാനം കൈവരും. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ.
ഇപ്പോൾ നേരം വൈകിയിരിക്കുന്നു. നാളെ നേരം വെളുത്ത് 3 മണിക്ക് നിങ്ങളോട് ഞാൻ അല്പം ദീർഘമായി സംസാരിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ സമാധാനമായി പോവുക. ദൈവകാരുണ്യം നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു.